പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് അല്പസമയം സംവദിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ ആദ്യമായിട്ട് സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കളെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ ചില നാളുകളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ എനിക്കതിനുള്ള സമയമോ അവസരമോ ഒന്നും എനിക്ക് കിട്ടിയെങ്കിൽ തന്നെ ഞാനത് വിനിയോഗിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നമുക്കെല്ലാവർക്കും സമയം കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ശരിക്കും നമ്മൾ ഉപയോഗിക്കാത്തതിന് ഫലമായിട്ട് നമുക്ക് പല അവസരങ്ങളും നഷ്ടമായി പോകാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ളൂ എനിക്ക് സംഭവിച്ചത്. പല നാളുകളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു ഇസ്രായേൽ മക്കളെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഞാനതിന് ശ്രമിച്ചില്ല. ഇപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മനസ്സിലൊരു തോന്നലുണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി, ഏതായാലും ചെയ്തു കളയാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം, അതായത് 2023 ഒക്ടോബർ മാസം 27-ാം തീയതി ഹമാസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആക്രമണകാരികളുടെ സംഘടന അവർ ഇസ്രായേലിൻ്റെ ഭൂപ്രദേശത്തേക്ക് ഇരച്ചു കയറി ഏകദേശം 1200 പരം ആളുകളെ ആളുകളെ കൊന്നുകളയുകയും ചിലരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്ത ആ സമയം മുതൽ കാണല്ലോ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സമയം വരെയുമുള്ള ഈ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത്. ആ സംഭവത്തെപ്പറ്റി നമ്മുടെ മാധ്യമങ്ങളിൽ കൂടി പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളും പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും എല്ലാം ആളുകൾ പറയാറുണ്ട്. ചിലർ ഇസ്രായേലിൻ്റെ പക്ഷം ചേരുന്നു, ചിലർ ഹമാസിൻ്റെ പക്ഷം ചേരുന്നു. എല്ലാവർക്കും അവരുടെ പക്ഷം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിന് നമ്മളാരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, അതായത് വിശുദ്ധ ബൈബിൾ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ക്രൈസ്തവ കോളേജിൽ തന്നെ ഇന്ന് പല വിധത്തിലുള്ള ഈ ദൈവശാസ്ത്ര ചിന്തകൾ ഇങ്ങനെ ഉദയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതായത് പല രീതിയിലുള്ള ദൈവശാസ്ത്ര ചിന്തകൾ, തത്വശാസ്ത്ര ചിന്തകളെല്ലാം ക്രൈസ്തവ ലോകത്ത് തന്നെ ഇന്ന് ഉരുത്തിരിയുന്നുണ്ട്. പല ആളുകളും തന്നെയും അത്തരം സിദ്ധാന്തങ്ങളിലും അത്തരം ചിന്തഗതികളിലേക്കൊക്കെ ആകർഷകരായി പോകാറുണ്ടെന്നുള്ളത് നമുക്കറിയാവുന്നത് തന്നെയാണ്. പക്ഷേ എങ്കിലും വചനം പറഞ്ഞിരിക്കുന്നു, ആകാശവും ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും മാറിപ്പോകുകയില്ല എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ മഹത്വം തന്നെയാണ്. അതായത് അവൻ്റെ വചനം ഒരിക്കലും മാറുന്നില്ല എന്നുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത മാത്രമാണ്. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിനൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഈ വിശുദ്ധ ബൈബിളിൽ ദൈവത്തിൻ്റെ മക്കളായ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ അല്പം ചിന്തിച്ച് നോക്കിയാൽ ദൈവം ഒരിക്കലും ഇസ്രായേൽ മക്കളെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പഴയ നിയമത്തിൽ തന്നെയും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ആ അധ്യായം മുഴുവനുമായിട്ട് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ മക്കളെ പറ്റിയുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ പുരുഷനായ അബ്രഹാമിനെ ദൈവം വിളിച്ച ആ സമയം മുതൽ അവനെ അനുഗ്രഹിക്കാമെന്നുള്ള വാഗ്ദത്തം കൊടുത്ത ആ സമയത്തിന് ശേഷം അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ജനനത്തിന് ശേഷം യാക്കോബ് എന്നിങ്ങനെയുള്ള ഗോത്രപിതാക്കന്മാരുടെ ജനനവും അവരുടെ ആവിർഭാവവും അതിനുശേഷമുണ്ടായ അവരുടെ തലമുറയ്ക്ക് സംഭവിച്ച ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായിരിക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും സുപരിചിതവുമാണ്. ദൈവമക്കളിലായി നമുക്കെല്ലാവർക്കും സുപരിചിതവുമാണ്. എന്നാൽ ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു ദൈവശാസ്ത്ര ചിന്ത ഇപ്രകാരമാണ്. അതായത് ദൈവം ഇസ്രായേൽ മക്കളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ സ്ഥാനത്ത് ദൈവം തന്നെ ഈ പുതിയ നിയമത്തിലുള്ള ക്രിസ്തുവിൻ്റെ സഭയെ ഇസ്രായേൽ മക്കൾക്ക് പകരമായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ദൈവശാസ്ത്ര ചിന്താഗതി ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേൾക്കുവാനിടയായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്ന് ഞാൻ കേട്ട സമയത്ത് എനിക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി എനിക്ക് ഇത്ര ഗ്രാഹ്യമോ അങ്ങനെ അറിവൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ വേദപുസ്തകം നമ്മൾ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ മനസ്സിലെത്തി വേദപുസ്തകം വായിക്കുന്നൊന്നുമില്ലായിരുന്നു. അതെൻ്റെ ഒരു കുറവ് തന്നെയാണ്, ഞാൻ സമ്മതിക്കുക തന്നെയാണ്. പിന്നീട് ദൈവാത്മാവിൻ്റെ നടത്തിപ്പനുസരിച്ച് ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്ന ചില സംഗതികളുണ്ട്. അതായത് ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. ശരിയാണ്, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, എന്നാൽ സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം കൊടുത്തിരിക്കുന്നു എന്നുള്ള വചനം നമ്മൾ വായിച്ചു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം ജനമായ യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്നെങ്കിൽ തന്നെയും അവർ അവനെ കൈക്കൊള്ളാത്തതിൻ്റെ കാരണവും
അപ്പോസ്തലനായ പൗലോസിൽ കൂടി ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം ഇസ്രായേലിന് ഭാഗികമായിരിക്കുന്ന ഒരു ഭ്രംശം, അതായത് ഒരു തിരസ്കരണം ദൈവത്തിൽ നിന്നും സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതാണ് ജാതികളായിരിക്കുന്ന നമ്മളുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത്. അപ്പോൾ ആ സമയത്ത് യേശു വന്ന് ആ സമയത്ത് യഹൂദന്മാർ കർത്താവിനെ വിശ്വസിച്ചില്ല, അവനെ തള്ളിക്കളഞ്ഞു, അവനെ ക്രൂശിച്ചു. അതൊക്കെ ശരി തന്നെയാണ്. അതൊക്കെ ഒരു ദൈവം മുൻപേ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രാവചനിക സത്യങ്ങളുടെ ഒരു നിറവേറൽ മാത്രമായിരുന്നു. എന്നാൽ അതിനുശേഷവും ദൈവം തന്നെ ജനമായ ഇസ്രായേലിനെ ദൈവം തള്ളിക്കളയുന്നില്ല. നമുക്കറിയാമല്ലോ, അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള ആഗമനം, പരിശുദ്ധാത്മാവിന് മുമ്പ് ഭൂമിയിൽ തന്നെ ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. എന്നാൽ ദൈവസഭയുടെ മേൽ കർത്താവായ യേശുക്രിസ്തു കൊടുത്തിരിക്കുന്ന ആ ദൈവിക നിയോഗം പൂർത്തീകരിക്കുവാനുള്ള ഒരു അളവറ്റ ശക്തി നമുക്ക് ആവശ്യമായിരിക്കാൻ പെന്തക്കോസ്ത് നാളിൻ്റെ ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പകർച്ച ആളുകൾക്കുണ്ടാകുകയും ഏകദേശം 3000-ൽ പരം ആളുകൾ വചനം കേട്ട്, പെന്തക്കോസ്ത് ജനത്തിൽ തന്നെ വചനം കേട്ട് ദൈവസഭയോട് ചേർന്ന് അവരെ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നതായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ സമയം മുതൽക്കുള്ള സമയം പരിശോധിച്ചാൽ അപ്പോസ്തലനായ പത്രോസ്, അതിനുശേഷം വന്ന അപ്പോസ്തലനായ പൗലോസ്, അതായത് ജാതികളുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന അപ്പോസ്തലനായ പൗലോസ്, അവരൊക്കെയും തന്നെ ആദ്യം അവരുടെ ശുശ്രൂഷയുടെ ആദ്യ കാലങ്ങളിൽ അവർ യഹൂദ ക്രമം വിട്ട് അങ്ങനെ പൂർണ്ണമായിട്ട് അവർ ആ ക്രമം അവർ വിട്ട് മാറിയിട്ടില്ലായിരുന്നു. എന്നാൽ നമുക്കറിയാമല്ലോ, പിന്നീട് അപ്പോസ്തലനായ പൗലോസിനെ കർത്താവായ യേശുക്രിസ്തു പ്രത്യേകമായി വിളിക്കുകയും ജാതികളുടെ അപ്പോസ്തലൻ എന്ന ഒരു പദവി തന്നെ അവന് കൊടുക്കുകയും ചെയ്തതോടുകൂടി തന്നെ ആ ദൈവസഭയുടെ ആ ചരിത്രവും മാറുകയാണ്. പിന്നീട് നമുക്കറിയാമല്ലോ, പൗലോസ് അങ്ങനെ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ സ്ഥലങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കുകയും അനേക ജാതികളായിരിക്കുന്ന ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ആ സമയത്തൊക്കെ നമുക്കറിയാമല്ലോ, യഹൂദന്മാരെ കർത്താവിനെ വിശ്വസിക്കുകയോ അവനെ വേണ്ട ദൈവപുത്രനെന്ന് അവനെ മനസ്സിലാക്കി അവനെ ആരാധിക്കുകയോ അവനെ അർഹമായിരിക്കുന്ന ബഹുമാനം കൊടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ഏകദേശം 2000-ൽ പരം വർഷങ്ങളായിട്ട് അവരുടെ ആ ജനതയുടെ അവിശ്വാസം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തോടുള്ള അവരുടെ ആ അവിശ്വാസം ഇന്നും തുടരുന്നു എന്നുള്ളത് ഒരു ദുഃഖസത്യം മാത്രമാണ്. എന്നാൽ ചിലർ വിശ്വസിച്ചില്ലെന്ന് എന്നുള്ള കാരണം കൊണ്ട് ദൈവത്തിൻ്റെ നീതിക്കോ ദൈവത്തിൻ്റെ വിശ്വസതയ്ക്കോ ഒരു മാറ്റവും സംഭവിക്കത്തില്ല. കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു, ഇസ്രായേൽ മക്കൾ പൂർണ്ണമായിട്ടും അവർ രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറെ ഒരു നാമവുമില്ല, അത് യഹൂദന്മാർക്കും ജാതികൾക്കുമെല്ലാം രക്ഷിക്കപ്പെടുവാനായിരിക്കുന്ന ദൈവം വെച്ചിരിക്കുന്ന ഏക വഴി എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. പൗലോസ് ഇക്കാര്യത്തെപ്പറ്റി പൗലോസ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരു യഹൂദൻ എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് പോകുന്നില്ല. അബ്രഹാമിൻ്റെ സന്തതി ആണ് എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം ആരും സ്വർഗത്തിലേക്ക് പോകുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞിരിക്കുന്നു, തൻ്റെ അടുക്കൽ വന്ന യഹൂദ മത പണ്ഡിതന്മാരോട് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു, അബ്രഹാമിന് ഈ കല്ലിൽ നിന്ന് തന്നെയും മക്കളെ ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതി പരമ്പര ആയതുകൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പോകും നമുക്ക് കരുതാൻ നമുക്ക് പറ്റത്തില്ല. സ്വർഗത്തിൽ പോകാൻ ദൈവം വെച്ചിരിക്കുന്ന ഏക വഴി എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് അവനോട് കൂടെ ചേരുക എന്നുള്ള ഒരു മാർഗ്ഗമാണ് ദൈവം നമുക്ക് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഈ പുതിയ നിയമത്തിൽ ദൈവം വെച്ചിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ യഹൂദന്മാർ എത്ര പേര് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കേവലം ചുരുക്കം ചില ആളുകൾ മാത്രമേ ഇന്നും കർത്താവിൽ വിശ്വസിച്ച് അവർ മുന്നോട്ട് വരുന്നുള്ളൂ. ബഹുഭൂരിപക്ഷം യഹൂദന്മാരും ഇന്നും ആ പഴയ നിയമത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ ആയിട്ട് അവർ ജീവിച്ചു പോരുകയാണ്. അതായത് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് തൻ്റെ ശുശ്രൂഷ തികച്ച് അവർ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തിട്ട് പോലും ഇത്രയും 2000 വർഷങ്ങളായിട്ട് പോലും യഹൂദന്മാർ ഇന്നും ഒരു വാസത്തെ മെശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ വചനം പറഞ്ഞിരിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു ആദ്യം അവൻ ഒരു മനുഷ്യപുത്രനായിട്ട് അവൻ ഭൂമിയിലേക്ക് അവതരിച്ചു എങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം വരാൻ പോകുന്നത് കേവലം മനുഷ്യപുത്രനായിട്ടല്ല,
രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന ഒരു കർത്താതി കർത്താവുമായിരിക്കുന്ന സർവ സൃഷ്ടിയുടെയും അധിപനായിരിക്കുന്ന മഹാദൈവവും മഹാരക്ഷിതവുമായിട്ട് തൻ്റെ സഭയെ ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ യഹൂദന്മാർ ഇന്ന് കർത്താവിനെ വിശ്വസിച്ചിരുന്നില്ല, അവനെ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കർത്താവ് അവരെ തള്ളിക്കളഞ്ഞതായിട്ട് ഈ പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ ഉള്ള വാക്യങ്ങളെ വെച്ച് നമുക്ക് സമർത്ഥിക്കുക സാധ്യമല്ല. അങ്ങനെ ചില ദൈവമക്കളൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് കേവലം നമ്മുടെ മൗഢ്യമായിരിക്കുന്ന വിശ്വാസം മാത്രമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം റോമാലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 1-ാം ഭാഗത്തിൽ ആ അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. അതായത് നാട്ടിലുപായിരിക്കുന്ന യഹൂദനോട് കാട്ടിലുപോയ നമ്മളെ എല്ലാവരെയും ദൈവം ചേർത്തൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്, നീ ഞെളിയാതെ നീ ഭയപ്പെടുക. അതായത് നാട്ടിലുവിനെ ആദരിച്ചില്ലെങ്കിൽ, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിച്ചില്ലെങ്കിൽ നിന്നെയും ഒരുപക്ഷെ ആദരിക്കാതെ പോയേക്കാം. അതുകൊണ്ട് നമുക്ക് നിഗളിക്കാനൊന്നുമില്ല. നമ്മൾ യഹൂദന്മാരെയല്ല, യഹൂദന്മാർ നമ്മളെയാണ് ചുമക്കുന്നത്. അതായത് നമ്മൾ വചനം പഠിക്കുകയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ മാനുഷിക രീതി അനുസരിച്ച് അവൻ്റെ കർത്താവായ യേശുക്രിസ്തു ജനനവും ഒരു യഹൂദനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്, ഒരു ജാതിയനായിട്ടല്ലല്ലോ വന്നത്. കാരണം കർത്താവായ ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഈ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പിന്നീട് നമുക്കറിയാമല്ലോ, പൗലോസ് എഴുതുന്നു, വിശ്വാസത്തിൽ കൂടി അബ്രഹാമിന് ദൈവം കൊടുത്തിരിക്കുന്ന ആ വാഗ്ദത്തം, അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം ജാതികൾക്കും കൂടെ വരേണ്ടതിന് ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക വഴിയാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ നമ്മൾ കേവലം ഇത്തരം ചില ദൈവശാസ്ത്ര ചിന്താഗതികളൊക്കെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഈ ദൈവം യഹൂദന്മാരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവരുടെ സ്ഥാനത്ത് ദൈവം സഭയെ ദൈവം ചേർത്തൊട്ടിച്ച് വെച്ചിരിക്കുന്നത്, അത് ശരി തന്നെയാണ്. പക്ഷേ ദൈവം യഹൂദന്മാരെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവത്തിന് അവരെപ്പറ്റി ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു പദ്ധതിയും ഒരു വാസ്തവവുമൊക്കെ ദൈവത്തിന് ഉണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുന്ന കർത്താവ് തൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് അനുദപിക്കുന്ന ദൈവമല്ല. താൻ ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അതിനെ നിവർത്തിക്കാതെ ആ വാഗ്ദത്തത്തെ നിവർത്തിക്കാതെ പിന്മാറുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ചിലർ അവിശ്വസിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളെ ദൈവം പൂർത്തീകരിക്കാതെ പോകത്തില്ല. അതായത് യഹൂദന്മാർ ചിലരൊക്കെയും കർത്താവിനെ വിശ്വസിക്കുന്നില്ല, അവരൊക്കെയും കർത്താവിനെ കൂടാതെ അവർ നിത്യ നാശത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു എന്നുള്ളതും ഒരു ദുഃഖസത്യം മാത്രമാണ്. നമുക്ക് അറിയാമല്ലോ, സങ്കീർത്തനം 121 നമ്മൾ വായിക്കുന്ന യഹൂദന്മാരുടെ അതായത് യെരൂശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പേൻ. നമ്മളെല്ലാവരും ഈ ലോകത്തിൻ്റെ സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അതുപോലെ തന്നെ നമ്മളും പ്രാർത്ഥിക്കേണ്ട, നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളോട് കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു വിഷയമാണ് യഹൂദന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം ആത്മീയമായി നോക്കിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമുക്ക് ഒട്ടനവധി ആത്മീയ നന്മകൾ നമുക്ക് ദൈവസഭയ്ക്ക് മാത്രമല്ല ഈ മുഴു ലോകത്തിന് തന്നെയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ആത്മീയ രീതിയിൽ മാത്രമല്ല ഭൗമിക തലങ്ങളിൽ പോലും യഹൂദന്മാരെ ഈ ലോകത്തിന് നൽകിയ സംഭാവനകൾ ഏറ്റവും നിരവധിയാണ്. ശാസ്ത്ര മേഖലയായിക്കോട്ടെ, സാഹിത്യ മേഖലയായിക്കോട്ടെ, അതുപോലെ മനുഷ്യൻ്റെ പുരോഗതിക്ക് ആവശ്യമായിരിക്കുന്ന ഏത് കാര്യങ്ങളെടുത്താൽ തന്നെയും അതിലൊക്കെ ഒരു യഹൂദൻ്റെ ഒരു കരം, യഹൂദൻ്റെ ഒരു ബുദ്ധിയുടെ ഒരു വൈഭവം അതിൻ്റെ പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർ കേവലം നിസ്സാരക്കാരായ ആളുകളല്ല. ചില ആളുകൾ കരുതുന്നത് പോലെ യഹൂദന്മാർ കേവലം ചില മനുഷ്യർക്ക് ഇങ്ങനെ തട്ടിക്കളിക്കാനുള്ള ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ചെണ്ടയായിട്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനങ്ങൾ തന്നെയാണ്. ദൈവന്മാർ ഒരു കാലത്തും ദൈവന്മാർ തള്ളിക്കളഞ്ഞിട്ടില്ല. കർത്താവിന് അവരെപ്പറ്റി വ്യക്തമായിരിക്കുന്ന പദ്ധതികൾ, കർത്താവിന് അവരെപ്പറ്റി വ്യക്തമായിരിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെ കർത്താവ് തൻ്റെ വചനത്തിൽ കൂടി കൊടുത്തിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളൊക്കെയും കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ കല്ലായി ഹൃദയത്തെ മാറ്റി നിങ്ങൾക്ക് മാംസളമായിരിക്കുന്ന ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഹൃദയം കൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ വിശ്വസിക്കും. യേശുക്രിസ്തു താൻ അരുളി ചെയ്തിരിക്കുന്ന, തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്ന അന്ത്യനിയോഗത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കണം, സകല ജാതികളോട് സുവിശേഷം പ്രസംഗിക്കണം. ജാതികളെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ യഹൂദന്മാരും ഉൾപ്പെടും. അപ്പോൾ യഹൂദന്മാരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സുവിശേഷം പറയാൻ സാധ്യമല്ല, അല്ലേ? അവരിൽ കൂടി നമുക്ക് നിരവധി നമുക്ക് ആത്മീയ നന്മകൾ നമുക്ക്
നമുക്ക് കിട്ടിയെന്നുള്ള സത്യം തന്നെയാണ്. എന്നാൽ യഹൂദന്മാരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സുവിശേഷീകരണം ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ യഹൂദന്മാരുടെ യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇസ്രായേലിൽ, അതായത് യെരുശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ യുദ്ധം എത്രയും വേഗം തന്നെ അത് ഒരു സമാപ്തിയിലെത്തട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. അതായത് യുദ്ധം എവിടെ ഉണ്ടായാലും ആളുകൾ കൊല്ലപ്പെടും. ആ കൊല്ലപ്പെടുന്നവരിൽ ഭൂരിഭാഗവും ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള അനേകം മനുഷ്യരാണെന്നുള്ള കാര്യം നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ മറന്നു പോകുന്നില്ല. കാരണം മനുഷ്യൻ്റെ ജീവിതം ദൈവമുമ്പാകെ ഏറ്റവും വിലപ്പെട്ടതാണ്. ദൈവത്തിന് മുമ്പാകെ ദൈവത്തിന് ആരെയും ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. അതായത് ആര് മരിച്ചാലും നമുക്കത് ദുഃഖം തന്നെയാണ്. അതായത് ആര് കൊല്ലപ്പെട്ടാലും, ഇങ്ങനെ യുദ്ധങ്ങളിൽ കൂടി കൊല്ലപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അത് ദുഃഖകരം, നമുക്കെല്ലാവർക്കും ദുഃഖകരമായ വസ്തുത മാത്രമാണ്. നമ്മളതിൽ സന്തോഷിക്കുകയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം യെരുശലേമിൽ, മിഡിൽ ഈസ്റ്റിൽ ദൈവം സമാധാനം നൽകട്ടെ. ദൈവത്തിൻ്റെ വചനം പറഞ്ഞതുപോലെ തന്നെ സമാധാനത്തിൻ്റെ പ്രഭുവാകുന്ന കർത്താവിൻ്റെ സമാധാനം ദേശത്ത് വാഴുമാറാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരും കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവർ രക്ഷ പ്രാപിക്കട്ടെ. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറെ ഒരു നാമവുമില്ല എന്നുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. അതുകൊണ്ട് നമ്മൾ മാനുഷികമായിരിക്കുന്ന ചില തത്വജ്ഞാനങ്ങളോ ചില അഭിപ്രായങ്ങളോ കേട്ട് നമ്മളൊരു കൺക്ലൂഷൻ, അതായത് ഒരു ഉപസംഹാരം നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ നമ്മൾ ഒരുക്കം ഉള്ളവരായിരിക്കരുത്. നമ്മൾ വചനം ദൈവാത്മാവിൻ്റെ സഹായത്തോടുകൂടി പഠിക്കുക. കർത്താവായ യേശു ക്രിസ്തു നമ്മളെല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.